തീർച്ചയായും അധികരിച്ചു കാണും, അവയോട് പ്രതികരിച്ചു കാണുമെന്ന് ബലഹീനനായ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും വൈദികഗണങ്ങൾ എല്ലാവർക്കും അച്ഛനോടുള്ളതായ ബന്ധം അത് വളരെ വലുതാണ്. ആ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരന് ഞങ്ങൾ വളരെ സന്തോഷത്തോട് യാത്രാമംഗളങ്ങൾ നേരുന്നു. സ്വർഗസിംഹാസനത്തിൽ പിതാവാദിയും പുത്രനോട് പരിശുദ്ധനായും ചേർന്ന് ഈ പ്രിയപ്പെട്ട പിതാവിനെ ആചാര്യനെ സ്വീകരിക്കട്ടെ. മനുഷ്യർ ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളോടും മറ്റു കുടുംബാംഗങ്ങളോടും സ്വർഗത്തിലെ ദൈവം ബഹുമാനപ്പെട്ട അച്ഛനെ പരിപാലിച്ചതുപോലെ നിങ്ങളെയും പരിപാലിക്കുന്നു, നമ്മെ ഏവരെയും പരിപാലിക്കുന്നു. ദൈവത്തിന്റെ പരിപാലനത്തിന് കീഴെ നമുക്ക് നിൽക്കാം. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാണ് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ കൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വാക്കുകൾക്ക് ഇടവകയുടെ ലളിതമായ നന്ദി സമർപ്പിക്കുകയാണ്. ഉമാവേലിക്കരയുടെ MLA ആയിരിക്കുന്ന ശ്രീ രാജേഷ് അവരുടെ അനുശോചനം രേഖപ്പെടുത്തുന്ന അതിനുശേഷം ചർക്കര ദേവാലയത്തിന് വേണ്ടി ഇവിടെ പ്രീത സമർപ്പിക്കുന്നതാണ്. വിവിധരായ തിരുവേദിമാർ, വൈദിക ശ്രേഷ്ഠരെ, ഏറെ സ്നേഹസമ്പന്നനായിരുന്ന, നമുക്കേറെ ബഹുമാനനായിരുന്ന രാജു വർഗീസിന്റെ അപ്രതീക്ഷിതമായ വേർപാട്, ഏറെ ബഹുമാനനായ അച്ഛൻ്റെ വേർപാടുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക. ഈ ദേവാലയത്തിൻ്റെ വൈദികനായിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒട്ടേറെ അവസരങ്ങൾ അദ്ദേഹവുമായി ഇടപഴകുവാനും ബന്ധപ്പെടുവാനും ഒട്ടേറെ ചടങ്ങുകൾ പങ്കെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. വിടംബരനായ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഏറെ സൗമ്യമായി, ഏറെ ലളിതമായി, ലാളിത്യമുള്ള വാക്കുകളിലൂടെ, സൗമ്യമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും സ്നേഹാദരവുകൾ പിടിച്ചു പറ്റുന്ന ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയം. അദ്ദേഹത്തിൻ്റെ വിയോഗമറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഏറെ നെറ്റിലുണ്ടാക്കിക്കുന്നതാണ് സത്യം. കാരണം അതിന് ചുരുങ്ങിയ ദിവസം മുമ്പാണ് അദ്ദേഹമൊത്ത് ഈ ദേവാലയത്തിൽ ഒരു ചെറിയ പ്രാർത്ഥനയും അതിനുശേഷം മറ്റും സെൻറ് ജോൺസ് സ്കൂളിൽ നടന്നൊരു വിപുലമായ ആഘോഷ പരിപാടിയിൽ ഒരു 1.5 മണിക്കൂർ അച്ഛനോടൊപ്പം പങ്കെടുക്കാൻ കഴിയും. അതിനുശേഷം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളൊക്കെ അറിഞ്ഞത്. ഒരു വൈദികൻ എന്ന നിലയിൽ എല്ലാ ജനപ്രതിനിധികളോടും ഒരേ നിലയിൽ ഇടപെടുകയും പെരുമാറുകയും അവരെല്ലാം സ്നേഹത്തോടുകൂടി വീക്ഷിക്കുകയും ഈ മഹത്തായ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അച്ഛൻ ചെയ്യുന്നത്. 8 നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ഈ നിരാശ്രയരായ കുറച്ച് ആളുകൾക്ക് ചെറിയ കിറ്റ് കൊടുക്കുമ്പോൾ ദേവാലയത്തിനകത്ത് വെച്ചായിരുന്നില്ല, പുറത്ത് വെച്ചൊരു ചെറിയ 10-12 ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ചെറിയ പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ നിലയിൽ എല്ലാവരോടും സൗമ്യമായി ഇടപെടാൻ, എല്ലാവരുടെയും സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏറെ അടുപ്പമുണ്ടായിരുന്ന വൈദിക സെഷൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. മക്കളും സഹോദരനെയും അടക്കമുള്ള എല്ലാവരോടുണ്ട്, അവരോട് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മനുഷ്യരുടെ നിലയിൽ ഈ വേർപാട് താങ്ങാൻ കഴിയുന്ന കരുത്ത് കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സഭയ്ക്കും ഈ ദേവാലയത്തിനും സമൂഹത്തിനും ആകെ സ്വത്തായിരുന്ന ചില വേർപാടുള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മധ്യവ ദേവാലയ യുവന പ്രസ്ഥാനങ്ങൾ ഇപ്പോഴറിയത്ത് സമർപ്പിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ കടന്നു വരികയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതിനുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്.
ബഹുമാനപ്പെട്ട രാജുവച്ചൻ്റെ മരണ സമയം മുതൽ ഇതുവരെയും എല്ലാ ആളുകളും വിവിധ തുറകളിൽ ഉള്ളവർ വന്ന് അച്ഛൻ്റെ വേർപാടിൽ ദുഃഖമറിയിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇതുവരെയും എല്ലാ വൈദിക ശ്രേഷ്ഠരും എല്ലാ ഭദ്രാസനങ്ങളിലൂടെയും കടന്നു. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ സഹോദര ഡോക്ടർ ജോഷോ മണിക്കൂടി മുസ്ലിമിനെ അന്ന് മുതൽ ഇതുവരെയും എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും നിർദ്ദേശവും തന്നു നമ്മെ സഹായിച്ചു. മറ്റ് എല്ലാ മെത്രാപ്പൊലീത്തന്മാരോടുള്ള നന്ദി സ്നേഹവും ഇടവമെത്രാപ്പൊലീത്ത നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ള ആദ്യം ഇന്നുവരെയും സഹകരിച്ച നാളെയും സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരും ഒറ്റ വാക്കുകൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന് ഇടവകയുടെ ഒരു വാക്കുകളുടെ അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് ഇടവക ട്രസ്റ്റി ബിജുസാറിനെ ക്ഷണിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ കാണുവാനുള്ളവർക്കുള്ള അവസാന സമയമാണ്. അതിനുശേഷം മദ്ബഹായോട് വിട വാങ്ങുന്ന ശുശ്രൂഷയാണ്. അതിലെല്ലാവരും ഈ രണ്ട് വാതിലും കാണാനുള്ള ഒഴിഞ്ഞു പോകും മാറി കൊടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശുശ്രൂഷയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഭംഗം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിജു സാറിനെ ഒരു വാക്ക് ഇടവയ്ക്ക് വേണ്ടി അനുശോചനം അറിയിക്കുവാനായിട്ട് ക്ഷണിക്കും. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പതിച്ചറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിക്ക് ഇന്ന് വളരെ നടുക്കത്തോടും വേദനയോടും കൂടി മാത്രമേ രാജവച്ചനോട് വിട പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം ഏകദേശം 1 വർഷക്കാലമായാണ് ഈ പള്ളിയുടെ വികാരിയായി സേവനം അനുഷ്ഠിച്ചത്. പക്ഷേ 10 വർഷക്കാലത്തിനപ്പുറമായ ഒരു ആത്മബന്ധം ഇവിടെ ഉള്ള ഇടവക ജനങ്ങളുമായി സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അസാധാരണമായ വളരെ സവിശേഷമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ശാന്തതയും വിനയവും ആത്മാർത്ഥതയും കർമ്മകുശലതയും എല്ലാം തികഞ്ഞ ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ അനുഭവിച്ച ആ ദിവ്യബലി, നിർമ്മലമായ ബലി, പരിശുദ്ധവും ശാന്തവുമായ ബലി, അത് വാസ്തവത്തിൽ കണ്ട് ഞങ്ങൾക്ക് മറുതീർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ദേവാലയം പെയിന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അഥവാ വളരെ മനോഹരമാക്കുന്നതിനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്തു. ഇതൊക്കെ ഈ പരിധിയിൽ പുഷ്പം ആ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റവും മനോഹരമായ പുഷ്പത്തെ പറിച്ചെടുത്തതുപോലെ എടുത്തിരിക്കുകയാണ്. വളരെ വേദനയുണ്ട് എങ്കിൽ ഞങ്ങൾ ആശ്വസിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിൽ അദ്ദേഹം അടുത്ത് ചേർന്നിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കൊച്ചമ്മയുടെ ഞങ്ങളുടെ ഒരു അതിഥി അല്ലായിരുന്നു, ഇടവാങ്ങവരും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും ഞങ്ങളോടത്തെ എല്ലാ പരിപാടിയിലും ഒരു ഇടവാങ്ങത്തെ പോലെ അതിലും ആത്മാർത്ഥമായി പെരുമാറിയിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ പെരുന്നാളിന് ഒട്ടേറെ വീടുകളിൽ അദ്ദേഹം പോയി ഞങ്ങളുടെ ഇടവകജനങ്ങളെ ആദരിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ഈ ഇടവകയെ പരിചരിച്ച ഞങ്ങളുടെ ഏറ്റവും ആരാധ്യനായ ഞങ്ങളുടെ പിതാവിന് ഇടവകയുടെ അശ്രൂര വിടാവുന്നത്. ഈ ശുശ്രൂഷ സമാപിക്കുന്നതിന് മുമ്പായിട്ട് ഇടവകയോട് പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. 1 വർഷക്കാലത്തോളം ഇവിടെ വികാരിയായിരുന്ന വളരെ പ്രത്യക്ഷമായ കടന്നുപോയ പ്രിയപ്പെട്ട രാജവംശത്തിൻ്റെ ഈ അന്ത്യ നിമിഷങ്ങളിൽ ഈ ഇടവകയും ഈ ദേശവാസികളും എല്ലാം ചെയ്ത അനുഗ്രഹകരമായ എൻ്റെ നേതൃത്വത്തിലും ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട എലി തിരുക്കച്ചൻ ഈ സമയത്ത് ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു വാക്ക് പത്തിച്ചിറ സെന്റ് ജോൺസ് പുതിയ പള്ളിയോടുള്ള ആദരവും നന്ദിയും അറിയിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ പ്രിയ രാജവർഗീസിൻ്റെ ആകസ്മികമായ വേർപാട് ഈ ഇടവക ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ രോഗത്തിലായിരുന്ന സമയം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇടവക ക്രമീകരിച്ച് ചെയ്ത കാര്യങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. ഇടവക വികാരി ഐജെ മാത്യു അച്ഛൻ, ട്രസ്റ്റി ബിജു ചെട്ടുകുളകര, സെക്രട്ടറി പ്രിയപ്പെട്ട രാജു സാറ്, ഇടവ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ, അവരെ ഏകോപിപ്പിച്ച് ഈ അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ
ഏറ്റവും അനുഗ്രഹകരമാക്കിയതിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഞാൻ ചിന്തിക്കുന്നു, ദൈവനിശ്ചയമായിരിക്കാം അച്ഛൻ ഈ പത്തിച്ചിറ സെൻറ് ജോൺസ് വലിയ പള്ളിയുടെ വികാരിയായി ഈ സമയത്തായത്. ഞാൻ ഹൃദയം നിറഞ്ഞ് പറയുകയാണ്, ഈ ഭദ്രാസനത്തിലെ മറ്റേതൊരു ദേവാലയമായിരുന്നാൽ ഇതുപോലെ അനുഗ്രഹകരമായ, ഇത്രയും ധന്യമായ, ഇത്രയും ക്രമീകരിക്കപ്പെട്ട ഒരു യാത്രയും ഒരുപക്ഷെ ഉണ്ടാകുകയില്ലായിരുന്നു. അച്ഛന് വേണ്ടി ഇടവക ചെയ്തു തന്നിട്ടുള്ള, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ, ഭദ്രാസന കൗൺസിലിന് വേണ്ടി, പ്രത്യേകിച്ച് പരിശുദ്ധ ബാബാതിരുമേനിക്ക് വേണ്ടി, നിക്കോദിമോസ് തിരുമേനിക്ക് വേണ്ടി, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി, ഭദ്രാസനത്തിലെ എല്ലാ വൈദികർക്കും വേണ്ടി, ഞങ്ങൾ ഏറെ ജ്യേഷ്ഠ സഹോദരനായി സ്നേഹിക്കുന്ന രാജവർഗീസച്ചനോടൊപ്പമുള്ള എല്ലാ വൈദികരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഒരിക്കലും ഈ ഇടവക ചെയ്തു തന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങൾ മറക്കുകയില്ല. ഒരിക്കൽ കൂടെ അച്ഛനോടും ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വേണ്ടിയിട്ടുണ്ട്. ആരുടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. സംഘാധിപതേ ശാന്തി Pushpa Shilo
സമാധാനത്തോടെ
സമാധാനത്തോടെ വസിക്കുക. Amen.
ഡെസ്കിനെ ഓടി ഞാൻ എല്ലാം ഒറ്റയ്ക്ക് എടുത്തോണ്ടോ ഞാൻ നിന്നു
നമ്മോട് കൃപ ചെയ്യും ശിവായ സർവാധിപതേ നിൻ സിംഹാസന സന്നിധിയിൽ നീതിയും ചെയ്തികളല്ല ഒന്നും തുണയായി നിൽക്കില്ല അന്തിമമാം വിധി നൽകാനായി എന്നെ വിളിക്കും നാഴികയിൽ വിസ്താരത്തിൻ വേളയതിൽ ഒത്താശയ്ക്കവിടാറുണ്ടോ അവിടെ സമാധാനം നൽകാൻ നിഗുണന്മാർക്കും കഴിവില്ല നഗ്നന്മാരായി നിൽക്കുന്നു ഭയപൂർവം ഭൂപാലന്മാർ ഏറ്റവയെല്ലാം ആചാര്യൻ ഭീതിയോടേൽപ്പിച്ചിടും നാട്ടിൽ രക്ഷിതരായി തീരുന്നു ആയികൾക്കായി കർത്താവേ പ്രാർത്ഥിപ്പാനിങ്ങാരുണ്ട് നിന്റെ മഹാകാരുണ്യത്താൽ എന്റെ മഹാപാപങ്ങൾക്കായി മോചനവും പുണ്യവുമേകി കർത്താവേ കൃപ ചെയ്യണമേ ശുശ്രൂഷിപ്പാനാത്മീയന്മാരാക്കൂ നന്മാരെയും അഗ്നിമയന്മാരാം സേന വ്യൂഹങ്ങളെയും സൃഷ്ടിച്ചോ പ്രിയാം സഭയെ മുഖ്യന്മാരെന്നീവരാം ഭൂഷകളാൽ ശോഭനയാക്കി രാജ്യത്തിൻ താക്കോലുകളും സകലത്തെ മനുഷ്യാസീപാൻ അധികാരവും അമ്പോഴേകി ഭൂദാശകൾ വിശ്വാസികളും ഭവനക്കാർക്കായി വിഭജിപ്പാൻ അവരെ എല്ലാ ഭവനത്തിൽ കാര്യക്കാരായി നിയമിച്ചാൽ മതം വഴി വന്നെത്തിയതാം ഓഹരി നേരിട്ടിടുകയാൽ അത്യാഗ്രഹിയാം മരണത്തിൽ കാസപാനം ചെയ്തോരാ ആചാര്യന്മാരുടെയോന്തൻ സന്നിധിയിൽ ചെന്നെത്തുന്നു താലന്തുകൾ നൽകുന്നോനെ കർത്താക്കൾ തൻ കർത്താവേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കണ്ണീരോടർത്തിക്കുന്നു പൂർണ്ണ വിശുദ്ധ്യാശുദ്ധാകെ നിന്നെ ശുശ്രൂഷിച്ചോരാ വന്ധ്യപുരോഹിത വൃന്ദത്തിൽ നാഥാകുറ്റം ചാർത്തരുതേ രാഗലദ്വാരങ്ങൾക്കും വ്യാകരണങ്ങൾക്കും പകരം അഹരോനോട് എലീയാസാം കർത്താവേ നിന്മേശയ്ക്കാം അവരെ പന്തിയിരുത്തണമേ മതിയാകാത്ത വിധം നിന്നെ അവരതിശം കീർത്തിക്കട്ടെ ജഗതി ജേതാവേ തേജോ മൈദേവി രാജീവദനേ സ്വർഗമഹാരാജ്യത്തിലും ശ്രീമന്ദാനുജന്മാവൻ സഭയിൽ നിൻ കാരുണ്യത്തെ ആത്മീയ സ്തുതിഗീതത്താൽ ഹല്ലേലൂയ പാടിടുവാൻ യോഗ്യതയാരാധിക്കണം Amen.
ബലഹീനമുള്ളവും കുറവുള്ള നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതവാദിന്റെ സിംഹാസനം മുമ്പാകെ അംഗീകരിക്കപ്പെടുന്നു കൈക്കൊള്ളപ്പെടുന്ന തീർക്കുമാറാകണമേ. സന്ധ്യാനമസ്കാരവും സംസ്കാര ശുശ്രൂഷയുടെ 6ാം സമാപിച്ചിരിക്കുന്നു. അതിനുള്ള വിശ്വാസങ്ങളൊക്കെ സന്ദർഭങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ മാത്രപ്പെടുന്നതിനായ മനുഷ്യ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എന്റെ എന്തെന്നാലും വൃദ്ധത്തിന്റെ കളിയിൽ നിന്നും വൃദ്ധസംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. രക്ഷിക്കുമോ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യത്തിന്റെ ചുറ്റും ആയുധമായി രാത്രിയിലെ ഭയത്തിൽ നിന്നും പകർപ്പുറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലുള്ള കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. ആയിരങ്ങളും നിന്റെ വലത്തു ഭാഗത്ത് അവരുടെ കടക്കയില്ല. എന്നാലും നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. സൃഷ്ടിമാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്നാൽ സ്വന്തം ആശ്രമങ്ങളിലായിരിക്കുന്നു എന്റെ ശരണമായ ദോഷം നിന്നോട് കടക്കയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. അതിന്റെ സ്ഥല വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാര്യം ഇടർച്ചയുണ്ടാകാതിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിന്മേ നിന്നെ വഹിക്കും. സമ്പത്തെയും മണലിയെയും നീ അവിടും സിംഹത്തെയും പെരുപ്പാവിനെയും നീ വധിക്കും. എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ചും എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. നിന്റെ കാൽക്കുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരനോട് തോന്നുകയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. കാവൽക്കാരൻ കർത്താവാകുന്ന കർത്താവ് നിന്റെ വലത്തുകയോട് നിൽക്കുന്നത്. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. ദോഷം നിന്നെ കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും. അതിന്റെ ഗമനത്തെ നിന്റെ ആത്മനത്തെ മുതൽ നേക്കും കാത്തോളും. ദൈവമേ യോഗ്യമാകുന്ന മുമ്പാകുമോ കർത്താവേ നിന്റെ അനുഗ്രഹത്തിനോട് കഴിഞ്ഞു ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹത്വമുള്ള രാജാവും കൃഷ്ണാശ്വസന്ധിയും പുണ്യമുള്ള രാജ ഞങ്ങൾ തരണമേ. നിന്റെ കരുണയുടെ മുഖങ്ങൾ നിൽക്കണമേ. നിന്റെ സ്ത്രീകൾ ദുഷ്ടൻ നിന്നുള്ള സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമേ ഞങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വപ്രദമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധി മഹത്വമുള്ളവരുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ എന്റെ രാജ്യം വരണമേ. പോലെ ഭൂമിയിലാകണമേ. പോലെ പാപം ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചു വിടണമേ. ജീവിതശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു. സമാധാനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെടുകയാകുന്നു. എന്റെ വാഴ്ത്തപ്പെടാനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തെ അപേക്ഷിച്ചിട്ടുള്ളവരെ കർത്താവിനുള്ളവരെ സന്ധ്യയുടെ നമസ്കാരത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷയുടെ
ശുശ്രൂഷ ഇപ്പോൾ ഫാദർ നിർവഹിക്കുകയാണ്. വന്നിരായ വൈദിക ശ്രേഷ്ഠർ എല്ലാവരുടെയും സഹകാർമ്മിത്വത്തോടുകൂടി ഈ ആറാമത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഇതുവരെയും ചെയ്തതുപോലെ ശരീരം ദർശിക്കുന്നതിനിടെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അച്ചടക്കത്തോടുകൂടി വന്ന് ഈ ശരീരം ദർശിക്കുന്നു. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രസ്ഥാനവും പങ്കുചേരുന്നു. എല്ലാവരെയും ദൈവം അറിയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. നാളത്തെ ക്രമീകരണങ്ങൾ ഞങ്ങളുടെ പങ്കാളിത്തത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി അറിയിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം കാർമേഘത്തിൽ പന്തത്തിൽ വെച്ച് 7ാമത്തെ ശുശ്രൂഷ ആരംഭിക്കും. 10 മണിയോടുകൂടി ഭവനത്തോട് വിടവാങ്ങി രാജവർഗീസച്ചൻ ഏറെ സ്നേഹിച്ച തൻ്റെ കൗമാരകാലം മുതൽ പ്രവർത്തിച്ച ഹരിപ്പാട് മിഷൻ സെന്ററിലേക്ക് ബാലഭവനും മിഷൻ സെന്ററും സുവിശേഷ സംഘവും ബുക്സ്റ്റാളും ബസ്സും എല്ലാം ചെറിയ ജീവനാടി പോലെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് തികച്ചും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് യാക്കോബായ സഭയ്ക്ക് വേണ്ടി ഭദ്രാസന സെക്രട്ടറി ജോർജ് ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഒരു വാക്ക് യാക്കോബായ സഭയ്ക്ക് വേണ്ടി അനുശോചനം അങ്ങനെ ഉപയോഗിച്ച് കർമ്മത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ശ്രേഷ്ഠരായ വൈദികരെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാട് ദുഃഖത്തിൽ വിലാപത്തിരിക്കുന്ന വിശ്വാസികൾ ഏറെ വേദന പങ്കിട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഈ ഗ്രാമം മുഴുവൻ ദുഃഖത്തിലും വിലാപത്തിലും കഴിയുന്ന നിമിഷങ്ങളിൽ പ്രകൃതി പോലും വിലപിച്ച് സുഖത്തിൽ നിന്ന് മഴയാകുന്ന കണ്ണുനീരിനെ പ്രദേശത്ത് അറിയിച്ച് ബഹുമാനപ്പെട്ട രാജവർഗീസച്ചൻ്റെ വേർപാടിൽ ആകമാനം ദുഃഖത്തിലായിരിക്കുന്ന ഈ നിമിഷത്തിൽ വേർപാട് ഏറെ ദുഃഖകരമാണ്. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ വാസുദേവൻ നായർ മഞ്ഞ കൃതിയിൽ ആവർത്തിക്കുന്നു, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെയാണ് മരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യ ജീവിതത്തിൽ വരുന്നു. കർത്തൃമേശയിൽ ദിവ്യബലി അനുഷ്ഠിച്ച് സ്വർഗരാജ്യത്തിലേക്ക് അനേകം ആത്മാക്കളെ ആദായമാക്കി നേടി ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ഏവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് സഭയ്ക്കും സമൂഹത്തിനും നിസ്തുലമായ നിസ്വാർത്ഥമായ സേവനവും ശുശ്രൂഷയും നടത്തി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനായി പ്രവർത്തിച്ച് ദൈവഹിതം നിറവേറ്റപ്പെട്ടപ്പോൾ ഭക്തസംഘത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന
പ്രിയപ്പെട്ട രാജ്യത്തിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു സാധുവും സ്വാധീനും ഭക്തനും അതോടൊപ്പം തന്നെ ഏവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ള ഒരു മനോഭാവത്തിൻ്റെ ഉടമ കൂടിയാണ്. അവിടെ യാതൊരുവിധമായ വ്യത്യാസങ്ങളോ വേർപാടോ ഇല്ലാതെ ഏവരുമായി ചേരുവാനും സഹകരിക്കുവാനും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാതയിൽ ഒരുമിച്ച് വർദ്ധിക്കുവാനും കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ കാണിച്ചിട്ടുള്ള സേവനത്തെയും സന്നദ്ധതയും നല്ല മാതൃകയും ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തപ്ത കുടുംബാംഗങ്ങൾക്ക് ദൈവസ്വകീയമായ സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബായ ശ്രീയായ സഭയുടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തി വാക്കുകളെ നിർത്തുന്നു. അവസരം നൽകിയ തിരുവേനിയോടും ഭദ്രാസന സെക്രട്ടറി കച്ചനോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അനുശോചനത്തിൻ്റെ വാക്കുകളെ 10-20 ഉണ്ടായി. അതിനകത്ത് എത്ര ബാക്കിയുണ്ട്? പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവപുത്രൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു.
പാപമോചനത്താൽ ആശ്വസിപ്പിച്ച് നിർമ്മലമായ നിനക്ക് ശുശ്രൂഷ രക്ഷിച്ച പരിശുദ്ധ പുരോഹിതന്മാരുടെ കൂടെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. മോറന്മാരോ ജന്മനമേ തനുവേ ജീവനടും ദൈവത്തെ കീർത്തിക്ക. ഹല്ലേലൂയ. ആവരോടും ഗുരുവിതനിക്കൊരു വീടും കണ്ടെത്തി കുഞ്ഞുങ്ങളുടെ ബലിവേദിക്കരികിൽ നീ ഓർത്തി. ഹല്ലേലൂയ. രാജാവാം നാഥാനിൻ പകലിലേറുന്നോ ധന്യന്മാർ. നേരവരെന്നേക്കും വാഴ്ത്തും. ഹല്ലേലൂയ. നീ ഗുണദൈവം മരുലൻ ധന്യൻ താൻ. വഴികളിൽ ഉൾപ്രിയമുള്ളോൻ ധന്യൻ. ഹല്ലേലൂയ. സങ്കടകർത്തത്തെ അവനാക്കി വാസസ്ഥാനം ആകുമോ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും വ്യാധിക്കണം. പ്രഭിഘോഷയും അനുഭവാത്ത നല്ലവരുടെയും സദാനേരവും എല്ലാ കാലവും ഇവിടെ വിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ജീവനുള്ളവരുടെ തലവനും മരണമില്ലായ്മ നൽകുന്നവനും തന്റെ അധികാര സകലത്തിന്മേലും വാഴുന്നവനും തന്റെ മഹാശക്തിയാൽ പാതാളത്തെ ഉന്മൂലനം ചെയ്ത് മരണത്തെ മായ്ച്ചു കളഞ്ഞ് ഹൃദയരെ നാശരഹിതമായി ഉത്തരേൽപ്പിക്കുന്നവനും മരണമില്ലായ്മയുടെ പ്രത്യാശ നീതിമാന്മാർക്കും പുണ്യവാന്മാർക്കും നൽകുന്നവനുമായ കർത്താവേ നിനക്ക് സ്തുതി. എനിക്ക് തന്റെ പുരോഹിതന്റെ സർവ്വസംസ്കാര ശുശ്രൂഷകളിൽ നിങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് സർവ്വനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സുഖോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും മരണമുള്ള വർഗമായ മാനുഷിക പ്രകൃതിയുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും നാഥനുമായ ദൈവം തമ്പുരാനെയും ജീവിച്ചിരിക്കുന്നവരുടെ കാലത്തിനെ നീ നിശ്ചയിക്കുകയും സൃഷ്ടികൾക്ക് അതിർത്തി കുറിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് ഇറക്കുകയും കരയറ്റുകയും ചെയ്യുന്നതും നീ തന്നെയാകുന്നുവല്ലോ. ശക്തിയോടെ നീ പ്രവർത്തിക്കുകയും പ്രബലതയോടെ അഴിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴുള്ളവയെ കരുണയോടെ നീ നയിക്കുകയും വരുവാനുള്ളവയെ നല്ല നിലയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മരണമെന്ന താഴ്ന്നത്താൽ നീ ദുഃഖിപ്പിക്കുകയും പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ബലഹീനമായ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും നീ വഴങ്ങി സമാധാനപരവും ദൈവാനുമായി നീ കാണപ്പെടുന്നു. കർത്താവേ, സത്യവിശ്വാസത്തിന്റെ സന്നിധിയിലേക്ക് മുൻകൂട്ടി യാത്ര പുറപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ സകല മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും ഓർത്തുകൊള്ളണമേ. രക്തത്തിലും വർഗത്തിലും അവയവത്തിലും സ്വഭാവത്തിലും തലമുറയിലും ഞങ്ങൾക്ക് തുല്യരായ സകലരെയും നീ ആശ്വസിപ്പിക്കണമേ. മനസ്സോടോ മനസ്സുകൂടാതെയുള്ള അവരുടെ സകല തെറ്റുകളെയും നീ ക്ഷമിക്കണമേ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയുള്ള അവരുടെ സകല നിയമലംഘനങ്ങളെയും നീക്കിക്കളയണമേ. ഇന്ത്യകൾ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ പുരോഹിത ശ്രേഷ്ഠനെ അവരോടുകൂടെ നീ ഓർത്തുകൊള്ളണമേ. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും നല്ല ദൈവഭക്തിയോടെ സുഹൃത പ്രവർത്തനങ്ങളോടും കൂടെ ജീവിച്ച മോഹനീയ സമ്മേളന സ്ഥലത്ത് വേദനകളോ ദുഃഖമോ നെടുവീർപ്പുകളോ ഇല്ലാത്ത സ്ഥലത്ത് ഇവന്റെ ആത്മാവിനെ ക്രമീകരിക്കുവാനും സ്വർഗീയ കൂടാരത്തിൽ വസിക്കുവാനും
പരിമളവാസനയുള്ള സ്ഥലത്തെ ശ്രമിക്കുവാനും നിർമ്മല സ്ഥലത്ത് സദാ സ്ഥിതി ചെയ്യുവാനും അലങ്കൃതമായ വാസസ്ഥലത്തെ വിശ്രമമടയുവാനും പരിശുദ്ധന്മാരോടുകൂടെ ചേർക്കപ്പെടുവാനും പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ആനന്ദിക്കുവാനും ദീർഘദർശിമാരോടും സ്ത്രീഹന്മാരോടും കൂടെ സന്തോഷിക്കുവാനും അനന്തമായ പ്രകാശത്തിൽ പാർക്കുവാനും കൽപ്പനയാകണമേ. ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പിതാക്കളും സഹോദരങ്ങളുമായ സകലർക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമേ. അവരെ എല്ലാവിധത്തിലും ആശ്വസിപ്പിച്ച് വചനത്തിലും പ്രവൃത്തിയിലും അവർക്ക് ധൈര്യം നൽകണമേ. നിന്നിൽ നിന്നുള്ള ആനന്ദത്തിനെ അവരെ അർഹരാക്കി തീർക്കണമേ. ആഴമായ ശാന്തതയാൽ അവരെ സമർപ്പിക്കണമേ. അവരുടെ ഹൃദയ ദുഃഖത്തെ നീ നീക്കിക്കളയണമേ. അവരുടെ മനോദുഃഖത്തെ നീ ശമിപ്പിക്കണമേ. ദുഃഖകരമായ നെടുവീർപ്പുകളും നീക്കിക്കളയണമേ. അവരുടെ പ്രലാപ കണ്ണുനീര് തുടച്ചു കളയണമേ. ദുഃഖം ബാധിച്ച സങ്കടത്തോടെ കരയുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ. എല്ലാ സ്ഥലത്തും സമയത്തും ഉറപ്പുള്ളവരും സ്ഥിരാചിത്തരും വിസ്മരിക്കപ്പെടാത്തവരും ദുഃഖമോ വേദനയോ ഇല്ലാത്തവരുമാക്കി തീർക്കണമേ. നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ നിന്റെ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ അർഹരാക്കണമേ. നീ ഉത്തമനും നല്ലവരുമായ സമൃദ്ധിയുള്ളവരുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ഊഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. മൃതരെയോ കാലത്തിൽ സ്വർഗ്ഗേ കാണാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണോ. അഴുകിയ രൂപങ്ങൾക്കെല്ലാം സ്നേഹിനി നവ്യ നൽകിയിടേണം. അഖിലേശ സുധാമിൻ പ്രതാപം ആശ്ചര്യകുമ്പോൾ തന്നുടെ കർമ്മത്തെ ചൊല്ലി നാശം കുരിശിൽ തസ്കരനോട് കാരുണ്യം ഞങ്ങളിൽ നാഥ ചെയ്തിടേണം. കർത്താവേ നീ കരുണാസിന്ധു വർഷിച്ചിടണമേ. ഞങ്ങളിൽ നിൻ കാരുണ്യം ശാന്തി തുറമുഖമാണി ശാലി ഈ വന്തിലകളിൽ നിന്നെങ്ങളെ കീഴേണം. നീ തേജസ്സാണേശു കാണുന്നു തേജസ്സങ്ങൾ നിന്റെ നിങ്ങളുടെ സ്വന്തം ജനമേ ഞങ്ങൾ ുണ്ടായിടല്ലേ. കർത്താവേ നിൻ സേവ ഞങ്ങൾ എന്നും ദുഷ്ടപടേ നീക്കിടും കോട്ട. ഉത്തമനാഥ നിൻ കാരുണ്യം ഞങ്ങൾ തൻ ദുഷ്ടതയേക്കാൾ പാരം ശ്രേഷ്ഠം. നിന്നിടവക നല്ലിടയാ നിന്നെ കീർത്തിക്കുന്നു ഞങ്ങൾക്കായി ഹൃദയേറ്റോനെ. ഈ ആചാര്യൻ ആശ്വാസം നൽകണം.
സ്നേഹിതത എന്ന നിലയിലേക്ക് ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ യോഗം വളരെ പ്രയാസത്തോടും ദുഃഖത്തോടും കൂടെ മാത്രമേ കേൾക്കാനായുള്ളൂ. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ ആലോചനയിൽ നമ്മൾ ഈ ദാസിൻ്റെ വേർപാട് നമ്മൾ സമർപ്പിക്കുകയല്ലാതെ മറ്റ് പോംവഴികൾ നമുക്ക് കുടുംബാംഗങ്ങളെ ഒരു കാര്യം അനുഭവത്തിൽ നിന്ന് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ ദാസൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കടന്നുപോയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നുപോയിരിക്കുന്ന ഈ ദാസൻ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും സഹധർമ്മി കൊച്ചമ്മയ്ക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻഭാഗത്തു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻഭാഗത്തു നിന്നുകൊണ്ട് കൈകൾ മലർത്തി കണ്ണുകൂടി ഉയർത്തി ധൂപകലശമെടുത്ത് ധൂപമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തുടർന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള വലിയ പ്രത്യാശ ഉൾക്കൊള്ളുന്നു. അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്, ഈ തരത്തിലുള്ള വളരെ ദൈവാശ്രയമുള്ള ഒരു പട്ടണക്കാരൻ്റെ യോഗം, അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും ഈ വേർപാട് എങ്ങനെ വളരെ പ്രയാസത്തോടെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അനുഭവം ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന ഈ ദാസന്റെ മധ്യസ്ഥത, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തുള്ള ഭൗതികമായ സഹായത്തെക്കാൾ സാമീപ്യത്തെക്കാൾ അദ്ദേഹം നൽകുന്ന സുരക്ഷയും സാന്ത്വനവും എന്നുള്ളതിനേക്കാൾ അധികം ശക്തമായിരിക്കും എന്നുള്ളത് അനുഭവിച്ച് നിങ്ങൾ രുചിച്ചറിഞ്ഞുകൂടും. തീർച്ചയായും വേർപാട് ദുഃഖകരമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ മറുപടിയായ ശുശ്രൂഷൻ്റെ നിഷ്കളങ്കതയോടെ കർത്തൃസന്നിധിയിൽ രൂപമെന്ന് പ്രാർത്ഥിച്ച് കർത്തൃസന്നിധിയിൽ നിന്നിട്ടുള്ള ഒരാചാര്യൻ ദേഹവിയോഗശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ വലിയ ശുശ്രൂഷ തുടരുന്നു. ആ ശുശ്രൂഷയും മധ്യസ്ഥതയും ഈ ലോകത്തിലായിരിക്കുന്ന സമയത്തുള്ള മധ്യസ്ഥതയെക്കാളും അദ്ദേഹം നൽകുന്ന ഭൗതികമായ സുരക്ഷയെക്കാളും അധികം ശക്തമായിരിക്കും. അത് അച്ചട്ടായിരിക്കും, ഉറപ്പായിരിക്കും എന്ന് പാട്ടുനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കുടുംബത്തെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യാശയിൽ ഉറച്ചുകൊണ്ടു. ഇതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ആചാര്യൻ ദൈവസന്നിധിയിലാണ് കടന്നുപോകുന്നത്. ദൈവഭാഗം നിന്നുകൊണ്ട് ധൂപകലശമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിംഹാസനത്തിൻ്റെ സന്നിധി 24 കാശിഷ്യന്മാർ നിൽക്കുന്നു. പഴയ നിയമത്തിലെ 12 കാശിഷ്യന്മാരും പുതിയ നിയമത്തിൻ്റെ ആചാര്യത്വത്തിൻ്റെ പൂർണ്ണതയായ 12 കാശിഷ്യന്മാർ. അവർ ഒരു കയ്യിൽ ധൂപകലശം എടുത്ത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം അതിലിട്ട് മറുകൈയിൽ വീണയെടുത്ത് ധൂപകലശം മധ്യസ്ഥതയുടെയും വീണ ദൈവസന്നിധിയിൽ ആചാര്യൻ കഴിക്കുന്ന സ്തുതിയുടെയും സ്തുതികളാണ്. ആചാര്യൻ ധൂപകലശമെടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ധൂപം അർപ്പിക്കുമ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവർ ധൂപം അർപ്പിച്ചപ്പോൾ പാപ നിന്നു എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് വലിയ മധ്യസ്ഥതയാണ്. ആ മധ്യസ്ഥത രാജവർഗീയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടരുകയാണ്. നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തെ ഗൗരവമായി സ്വീകരിക്കുന്നു, ഈ ഒരു വലിയ ചിത്രം നമുക്ക് വെളിപാട് പുസ്തകം 4, 5, 6, 7 അധ്യായങ്ങളിൽ കാണാം. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് 5-ാം അധ്യായം 8-ാം വാക്യമാണ്. ദൈവസന്നിധിയിൽ നിന്ന്
ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ മാലാഖമാരുണ്ട്. 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ സഹോദരന്മാരുണ്ട്. 7-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ സകല വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള എണ്ണിക്കൂടാനാവാത്ത വിശ്വാസികളായ പുരുഷാരുമുണ്ട്. അതിന്റെ ഗണത്തിലാണ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന കാശിഷ്യന്മാർ. മലയാള വേദ പുസ്തകത്തിൽ മൂപ്പന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സുറിയാനിയിൽ വരുമ്പോൾ അച്ഛന്മാരെന്ന് തന്നെയാണ്. പ്രസ്ബിറ്റേഴ്സ് എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. അച്ഛന്മാരെന്ന് തന്നെയാണ്. അച്ഛന്മാർ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ 4-ാം ശുശ്രൂഷ തുടങ്ങി അതിന്റെ ആമുഖ പ്രാർത്ഥനയിൽ പറഞ്ഞത്, കർത്താവേ, അങ്ങനെ നിന്റെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ആചാര്യന്മാരുടെ ഗണത്തിൽ ഈ മകനെ ചേർത്തുകൊള്ളണമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയാണ് ഗൗരവമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളോട് പറയുവാനുള്ളത് എനിക്ക് ഈ സന്ദേശം മാത്രമാണ്. ദൈവവചനം നൽകുന്ന വലിയ ചിത്രമുണ്ട്. ആ ചിത്രം നമുക്ക് നമ്മുടെ പുറം കണ്ണുകൊണ്ട് അച്ഛനെ ഇനിയും നമുക്ക് കാണാൻ ആവുന്നില്ല. അകക്കണ്ണുകൊണ്ട് നമ്മൾ ദൈവവചനപ്രകാരം അച്ഛനെ കാണണം. ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ശരീരത്തിൻ്റെ അരിഷ്ടതകളുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മുക്തനായി സദാവി അനന്തമായ ദൈവസന്നിധിയിൽ നിന്നോട് ശുശ്രൂഷൻ കണ്ണിമയ്ക്കാതെ, കൺപോളകൾ അടയാതെ സജീവമായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന കാഴ്ച പ്രത്യാശയുടെ അകക്കണ്ണു തുറന്ന് കാണുവാൻ ദൈവം നൽകാൻ ഈ കുടുംബാംഗങ്ങൾക്ക് കെപ്പ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ അവിടെ സമർപ്പിക്കും. ഖേദിക്കരുത്, വിഷമിക്കരുത്. വിഷമമുണ്ട്, പക്ഷെ അതിൻ്റെ നടുവിൽ പ്രത്യാശ മുന്നിട്ട് നിൽക്കണം. നിങ്ങൾക്ക് നിങ്ങളെ ഉള്ള മേൽ ദൈവം താങ്ങിക്കൊള്ളും. കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി ഉയർത്തിക്കൊള്ളും. അച്ഛൻ്റെ പ്രാർത്ഥന മധ്യസ്ഥത വളരെ സജീവമായി എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കാവലും ബോധ്യമായി പ്രത്യേകിച്ച് ഉറയ്ക്കാൻ. ഇതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ദൈവം തരുന്ന സമാധാനമാണ്. ഞങ്ങളൊക്കെ ആശ്വാസവാർത്ത പറഞ്ഞാൽ എന്തോ, സഹായങ്ങൾ തന്നാൽ എന്തോ ഒന്നുമില്ല. പക്ഷെ ദൈവം ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വാസം, കർത്താവ് സഹായിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. ആ അനുഗ്രഹം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ എന്നുണ്ട്. ആ സമാധാനം കടന്നു പോയിരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട ജീവിതമാണ്. ആ ദുഃഖം എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അതോടൊപ്പം അതിലേറെയായി ഈ ദൈവസന്നിധിയിൽ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഈ ദുഃഖത്തിൽ നിങ്ങളോടൊത്ത് പങ്കുകൊള്ളുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി ദൈവദർശനത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യാശ പറയുന്നു. എനിക്ക് ആ കാര്യത്തിനോട് നല്ല ഉറപ്പാണ്. ആ അനുഗ്രഹം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കുമുണ്ട് എന്നുള്ളത് നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചുകൊണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. സർവബുദ്ധിയെ ദൈവസമാധാനം ഹൃദയങ്ങളെ തുടർത്തി ആശ്വസിപ്പിക്കുന്നു. ഈ വൈദിക സാക്ഷ്യം കടന്നു പോയിരിക്കുന്നത് കർത്താവിനെ അങ്ങനെ പ്രസാദിപ്പിച്ച് ശുശ്രൂഷയാക്കില്ല. വൈദിക സംഘത്തിൻ്റെ സംഘത്തോട് ചേർന്ന് നിൽക്കുവാൻ അവർ നിന്നുകൊണ്ട് ഭൂമകലശമെടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് മധ്യസ്ഥതയുണ്ടാക്കി വീണയെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. കൂപ്പിട്ട് ആരാധിച്ചുകൊണ്ട് ഇടയ്ക്കിടെ അങ്ങനെ അനുഗ്രഹിക്കുന്ന കുറവുകളൊക്കെ കൊടുത്ത് ഏറെ പ്രത്യാശയിൽ ഗുണപ്രസന്നതയിൽ ഈ ആചാര്യ ശ്രേഷ്ഠനെ ദൈവം സന്നിധിയിൽ നിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിന്നാചാര്യന്മാരും
മഹിമയ നിന്നയവാന്മാരും മുഖം തിരിപ്പിക്കല്ലേ
അഭിമന്യ തിരുമേനി, ബഹുമാന്യ റംബാച്ചൻ പറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ അതീവ ദുഃഖിതയായിരിക്കുന്ന കൊച്ചമ്മ, എൻ്റെ പ്രിയ മക്കൾ അമ്മച്ചി, 2005 കാലഘട്ടങ്ങളിൽ കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിൻ്റെ വന്യനും ബഹുമാന്യനും ആരാധ്യനുമായ വികാരിയായിരുന്ന ഞങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട രാജു വർഗീസ് അച്ഛൻ്റെ ഇഹലോകവാസത്തിൽ നിന്നും ദൈവ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ചെറിയ വലിയ ദേവാലയത്തിൻ്റെതായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നതിനും ദശമയോടും മക്കളോടുമുള്ള അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനുമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റി പറയുമ്പോൾ വളരെ ശാന്തനായിട്ട്, എന്നാൽ വളരെ ഗൗരവതരമായിട്ട് ഓരോ കാര്യങ്ങളെയും വീക്ഷിക്കുകയും എന്ത് പ്രശ്നങ്ങൾ ചെറുതോ വലുതായ ദേവാലയങ്ങളായാൽ പോലും അവയെ വളരെ നൈപുണ്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് തൻ്റെ മുമ്പിൽ യാതൊരു വ്യത്യാസവും കൂടാതെ ഏവരെയും ഒരുപോലെ കാണുകയും ചെയ്തിരുന്ന ഒരു നല്ല ഇടയനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അച്ഛൻ കല്ലുമല ചാപ്പൽ എന്ന് പറയുന്ന ആ ചെറിയ ദേവാലയത്തിൽ ഇരുന്നെങ്കിലും ഞങ്ങൾ ഓരോരുത്തരെയും എവിടെ വെച്ച് കണ്ടാലും ഈ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പിൽ NG കുര്യനച്ഛൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ അവിടെ വെച്ചും കണ്ടപ്പോഴും അച്ഛൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് രോഗ്യം അന്വേഷിക്കുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ക്രോണോസിൽ അത് ഓർക്കുന്നുണ്ട്, ഓർക്കുമെന്നുള്ള വാഗ്ദാനവും നൽകിയ അച്ഛൻ ഇന്ന് ദൈവസന്നിധിയിൽ നേരിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവികമായിട്ടുള്ള ശ്രീമാൻസ്വർ പറഞ്ഞതുപോലെ ആ ധൂപ കലശം എടുത്തുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ആദരാഞ്ജലികളും അപേക്ഷകളും ഈ തരുണത്തിൽ അർപ്പിക്കുകയും അച്ഛൻ്റെതായ കുടുംബത്തിന് ദൈവികമായ സമാധാനം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിന്റെ പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും കൊച്ചമ്മയുടെയും മകളുടെയും അമ്മയുടെയും ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേർന്നുകൊണ്ട് ഈ ബഹുമാന്യനായ വന്യനായ ആചാര്യനെ ഞങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനകളിൽ എന്നും ഓർക്കും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ടും കല്ലുമല സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിൻ്റെതായിട്ടുള്ള നന്ദി അച്ഛൻ്റെ കഴിഞ്ഞകാല സേവനങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ടും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും സ്വർഗത്തിൽ നിന്നുള്ള ദൈവിക സമാധാനം ഈ കുടുംബത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നാം എല്ലാവരുടെയും ഉണ്ടായിരിക്കുവാൻ നമ്മളെന്നും പ്രാർത്ഥിക്കണമെന്നോട് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച ഹോളി ട്രിനിറ്റി സ്കൂളിലെ മാനേജ്മെന്റും പ്രവർത്തകരും സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ഇവിടെ ദീപചാരം അർപ്പിക്കുവാനൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. മാനേജർ എവി തോമസ് സാറ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഗ്ലോറി തോമസ്, കുട്ടികൾ എല്ലാവരും ഇവിടെ ആഗ്രഹമായിട്ടുണ്ട്. ഒരു അന്ത്യോപചാരം അർപ്പിക്കുവാനൊക്കെ
കടന്നു വരികയാണ്. മാനേജ്മെന്റ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. ഭൗതിക ശരീരം നമ്മളോട് ആവശ്യപ്പെട്ടു. അതിന്റെ പ്രായോഗികതയും സാഹചര്യങ്ങളും മനസ്സിലാക്കി പറഞ്ഞ ക്രമീകരണം അനുസരിച്ച് തന്നെ അവരുടെ അനുഭാവപൂർവ്വം പരിഗണിച്ച് ഈ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അധ്യാപകരും അനധ്യാപകരും കുട്ടികളും മൃതശരീരത്തിന് ആദരവ് നൽകി കടന്നു പോകുന്നു. സ്കൂളിന് വേണ്ടിയുള്ള പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുന്നു. കുട്ടികൾ അന്ത്യവിചാരം അർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ സ്കൂളിന്റെ മാനേജ്മെന്റ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജോസഫ് സാമുവലിനെ അറിയിക്കും. സ്കൂളിന് വേണ്ടി പുഷ്പചക്രം പ്രിൻസിപ്പൽ ഗ്ലോറി തോമസ്, മാനേജർ എം.വി. തോമസ് അവർ കുട്ടികൾക്ക് സമർപ്പിക്കുകയാണ്. കുട്ടികൾ അർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ജോസഫ് സ്വാഗതം അറിയിക്കുകയും ചെയ്തു. Oh,